ഹലോ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഞാൻ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂവിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ITR ഫയൽ ചെയ്തപ്പോൾ ടാക്സ് പേ ചെയ്യണമെന്ന് വരികയും ആ എമൗണ്ട് പേ ചെയ്തതിന് ശേഷവും ഇൻകം ടാക്സ് പോർട്ടലിൽ പേ എഗെയിൻ എന്നാണ് കാണിക്കുന്നത്. ഈ ടാക്സ് പേയ്മെൻറ്റ് ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. ഫസ്റ്റ് ഗൂഗിളിൽ ഇൻകം ടാക്സ് എന്ന് സെർച്ച് ചെയ്യുക. ഈ ഫസ്റ്റ് കാണിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ ഈ പേജ് ഓപ്പണായി വരുന്നതാണ്. ഇനി ലോഗിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം സെക്യൂർ ആക്സസ് മെസ്സേജ് ടിക്ക് ചെയ്ത് ക്ലിക്ക് ടു കണ്ടിന്യൂ. ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ നെയിമും ലെഫ്റ്റ് സൈഡിൽ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാണാം. ഇനി റെസ്യൂം ഫയലിംഗ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ പേഴ്സണൽ ഇൻഫർമേഷൻ, ഗ്രോസ് ടോട്ടൽ ഇൻകം, ടോട്ടൽ ഡിഡക്ഷൻ, ടാക്സ് പെയ്ഡ്, ടാക്സ് ലയബിലിറ്റി എന്നിവ കാണാം. പ്രൊസീഡ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ ഇതുപോലെ ഞാൻ 270 രൂപ ടാക്സ് അങ്ങോട്ട് അടക്കണമെന്നാണ് കാണിച്ചത്. ആ 270 എമൗണ്ട് ഞാൻ ICC ബാങ്ക് ഉപയോഗിച്ച് പേ ചെയ്തു. ICC ബാങ്കിൽ നിന്നും പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ട് ഇതുപോലെയുള്ള ഒരു പേയ്മെൻറ്റ് റെസീറ്റും കിട്ടി. പക്ഷേ തിരിച്ച് ITR വെബിൽ നോക്കിയപ്പോൾ പേയ്മെൻറ്റ് ഇവിടെ എത്തിയിട്ടില്ല. പിന്നെയും പേയ്മെൻറ്റ് ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. ഈ ടാക്സ് പേയ്മെൻറ്റ് ഇഷ്യൂ സോൾവ് ചെയ്യാനായി റിട്ടേൺ സമ്മറി ക്ലിക്ക് ചെയ്യുക. റിട്ടേൺ സമ്മറി പേജിൽ താഴെ നിന്നും രണ്ടാമത്തെ ഓപ്ഷൻ ടാക്സ് പെയ്ഡ്, മോഡിഫൈ ഇഫ് റിക്വയർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ യുവർ ടാക്സ് പെയ്ഡ് ഡീറ്റെയിൽസ് എന്ന ഈ പേജിലാണ് എത്തുക. ഇവിടെ ഏറ്റവും താഴെയുള്ള ഓപ്ഷൻ അഡ്വാൻസ് ടാക്സ് ആൻഡ് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് പേയ്മെൻറ്റ് എന്നതിന് താഴെയുള്ള ഷോ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡു യു വാണ്ട് ടു ആഡ് മോർ ടാക്സസ് എന്ന ഈ ഓപ്ഷൻ വിസിബിളായി വരും. ആഡ് അനദർ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആഡ് അഡ്വാൻസ് ടാക്സ് ആൻഡ് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ്. ഇവിടെ BSR കോഡ്, സീരിയൽ നമ്പർ ഓഫ് ചലാൻ, ഡേറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്നിവ എൻ്റർ ചെയ്യണം. അതിനായി എനിക്ക് കിട്ടിയ ബാങ്ക് റിസീറ്റ് നോക്കാം. ഇവിടെ എവിടെയും BSR കോഡോ ചലാൻ നമ്പറോ ഇല്ല. അപ്പോൾ ബാങ്ക് സൈഡിൽ നിന്ന് കിട്ടിയ റെസീറ്റിനെ കൊണ്ട് ഒരു കാര്യവുമില്ല. ഇനി ചലാൻ സീരിയൽ നമ്പർ കിട്ടുവാനായി ഈ ഫയലിന് അണ്ടറിലുള്ള ഇ പേ ടാക്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇ പേ ടാക്സ് പേജിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനായി ബ്ലൂ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ചെയ്ത എമൗണ്ടിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആകുന്നതുവരെ വെയിറ്റ് ചെയ്യുക. അതിലിടയ്ക്ക് പുതിയ ചലാൻ പേയ്മെൻ്റ് ഒന്നും ചെയ്യാതിരിക്കുക. എൻ്റെ പേയ്മെൻറ്റ് സക്സസ് ആണെന്ന് മുന്നേ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് പേയ്മെൻറ്റ് ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യുക. എൻ്റെ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഇനി ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ ചലാൻ റെസീറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അത് ക്ലിക്ക് ചെയ്യുക. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചലാൻ റെസീറ്റാണിത്. ഇവിടെ പാൻ കാർഡ് നമ്പർ, നെയിം, അസസ്മെൻറ്റ് ഇയർ, എമൗണ്ട്, മോഡ് ഓഫ് പേയ്മെൻറ്റ് എന്നിവ കൂടാതെ താഴെ BSR കോഡും ചലാൻ രജിസ്റ്റർ നമ്പറും ടെൻഡർ ഡേറ്റും കാണാം. ഈ 3 ഇൻഫർമേഷൻസാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. ഇവ എൻ്റർ ചെയ്യുവാനായി റിട്ടേൺ സമ്മറിയിലുള്ള ടാക്സ് പെയ്ഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അഡ്വാൻസ് ടാക്സിന് താഴെയുള്ള ആഡ് അനദർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ചലാൻ റെസീപ്റ്റിൽ നിന്ന് BSR കോഡ് വാല്യൂവും ചലാൻ സീരിയൽ നമ്പറും ഡേറ്റ് ഓഫ് ഡെപ്പോസിറ്റും പിന്നെ എമൗണ്ട് വാല്യൂവും എൻ്റർ ചെയ്തതിന് ശേഷം ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നേരത്തെ അഡ്വാൻസ് ടാക്സ് 0 ആയിരുന്നു. ഇപ്പോൾ അത് മാറി 270 എന്ന വാല്യൂ ആയി. ഇനി കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ടാക്സ് പെയ്ഡ് വാല്യൂവും ടോട്ടൽ ടാക്സ് ലേബിലിറ്റിയും ഈക്വലായി മാറിയിരിക്കുന്നു. ഇനി പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എമൗണ്ട് പേയബിൾ ഇപ്പോൾ 0 ആയി മാറിയിരിക്കുന്നു എന്ന് കാണാം. ഇനി താഴെയുള്ള പ്രിവ്യൂ റിട്ടേൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം മുകളിൽ ടിക്ക് ചെയ്യുക. ഇനി താഴെയുള്ള പ്രൊസീഡ് ടു പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ITR വാലിഡേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ITR വെരിഫിക്കേഷൻ ചെയ്യേണ്ട വീഡിയോ
ഇപ്പോൾ സ്ക്രീനിൽ കാണാം. കൂടുതൽ വിവരങ്ങൾക്ക് അത് കാണുക. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.